ഞാൻ പറയില്ല. ആ കാഴ്ചപ്പാടും നിരന്തരമായ ക്രിസ്ത്യൻ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. വൈദികരിലുണ്ടായിട്ടുണ്ടത്, മെത്രാന്മാരിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങൾ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചൊക്കെ പ്രസംഗം നടത്തിയത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ വലിയ സുറിയാനിക്കാർ ആട്ടി കുടുംബമാണ്, മാമോസ തോമാസിക മുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ആഠ്യത ജന്മത്തിലല്ല, കർമ്മത്തിലാണ്. നീ ജനിക്കുന്നത് രാജാവായിട്ടല്ല. സാധാരണ എല്ലാ മനുഷ്യരും ഒരുപോലെ ജനിക്കും, എല്ലാവരും കുട്ടികളായിട്ട്. എന്നിട്ട് ജീവിതം കൊണ്ട് ആർജിച്ചെടുക്കുന്ന മഹത്വമാണ് ഒരുവൻ്റെ മഹത്വം. അത് അംഗീകരിക്കാൻ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സമ്മതിക്കില്ല. ഈ തിരുവസ്ത്രമിട്ട ആളുകളിൽ നിന്ന്, സഭയുടെ നേതൃത്വത്തിൽ നിന്ന്, ശിരോവസ്ത്രമിട്ട ആളുകളിൽ നിന്ന്, പുരോഹിതരിൽ നിന്ന് സഭാ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് ഫാദർ പോൾ തേലക്കാട്ട്. ഫാദർ പോൾ തേലക്കാട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിൽ സഭയിൽ സഭാ നേതൃത്വത്തിന്റെ ഉണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ച് പലപ്പോഴും പല അവസരങ്ങളിലായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനധികം കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡില് 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ 2 കന്യാസ്ത്രീകളും അകാരണമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നതുമായി ബന്ധപ്പെട്ട് ഈ പോൾ തേലക്കാട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. വളരെ വളരെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ചില വിഷയങ്ങൾ പല സാഹചര്യങ്ങളിലായി പല ഒക്കേഷനിൽ ഈ പറയുന്ന ഫാദർ പോൾ തേലക്കാട്ട് പല സാഹചര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴേ ഇതായി പറയുന്ന കന്യാസ്ത്രീകൾ, ഈ പറയുന്ന തിരുവസ്ത്രമിട്ട സ്ത്രീകൾ പ്രിൻസിപ്പാളായിരിക്കുന്ന സ്കൂളിൽ സംഭവിച്ചിരിക്കുന്ന ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സഭ ഒന്നടങ്കമല്ല, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് മൊത്തത്തിൽ ആകമാനാനുത്തരത്തിലുള്ള അപജയം സംഭവിച്ചു എന്നൊന്നും അദ്ദേഹം അവകാശപ്പെടുന്നില്ല. പക്ഷേ സഭകത്തുള്ള സഭയുടെ നേതൃസ്ഥാനത്തുള്ള വിശ്വാസികളായിട്ടുള്ള ചില ആളുകൾ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വേണ്ടി കുഴലുന്നുണ്ട്. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി, അവരുടെ അജണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യം പറയുകയാണ് ഫാദർ പോൾ തേലക്കാട്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ ശരി തന്നെയാണ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇവൻ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അവർ ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടായപ്പോ അന്ന് ഫാദർ പോൾ തേലക്കാട്ടിൽ പറഞ്ഞത്, നിങ്ങൾ അരമനയിൽ ഇരിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം. ഇനിയും കേക്കും വീഞ്ഞും അപ്പവും ലഡുവും കിരീടവും ഒക്കെ ആയി വരുന്ന ആളുകളെ ഇനിയും സ്വീകരിക്കണമോ, അവരെ ഇനിയും കെട്ടിപ്പിടിക്കണോ, അവരുമായി ഇനിയും ചർച്ച കൂടണോ എന്നുള്ള കാര്യമൊക്കെ അരമനയിലിരുന്ന സഭാ നേതാക്കൾ ഇനിയും പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. അതിനെ കുറിച്ച് ഒരു 14 തവണ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു വരികയുണ്ടായി. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അത് പറയുന്നതിന് ഒരുപാടധികം കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് നിങ്ങളെ അപ്പവും വീഞ്ഞും അതുപോലെ പുരുഷന്മാരെയും പഴക്കൊലയുമൊക്കെയായി നിങ്ങൾ കാണുകയും നിങ്ങളുടെ മുന്നിൽ മുട്ടിലിടുകയും ഒക്കെ ചെയ്യുന്ന ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ കേരളം വിട്ടു കഴിയുമ്പോ നിങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ള കാര്യം ക്രൈസ്തവർ മറന്നു പോകരുത് എന്ന് പോൾ തേലക്കാട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴായിട്ട് സംഘപരിവാർ ക്രൈസ്തവരെയും ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവ സമൂഹത്തെയും വിശ്വാസികളെയും ഒക്കെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. എന്തിനുള്ള ആയുധം? മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നേരിടാനുള്ള ഒരു ആയുധമായിട്ട് പലപ്പോഴായിട്ട് ഈ സംഘപരിവാർ ക്രൈസ്തവരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് പോൾ തേലക്കാട്ടിൽ. ഇത് പറഞ്ഞു വെക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്.
പലപ്പോഴായിട്ട് ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഒക്കെ പല കാര്യങ്ങൾ സംഘപരിവാർ പറഞ്ഞു വെക്കുന്ന വാക്കുകളെയും ആശയങ്ങളെയും ഏറ്റുപിടിച്ചുകൊണ്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും കട്ടർക്കാൻ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസങ്ങളിൽപ്പെട്ട വളരെ ആളുകൾ തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം അങ്ങനെ ഒരു സമൂഹത്തെ സ്വാധീനിക്കുകയും അവരെ മുന്നിൽ നിന്ന് നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഈ കേരളത്തിൽ എസ്പെഷ്യലി ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം വളരെ വലിയ രീതിയിൽ ചിത്രപ്പെടുത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കാവില്ല. ഈ കാര്യത്തിൽ നമ്മൾ കാര്യമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും എടുത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സഭാ നേതൃത്വത്തിനും ആ ഒരു രീതിയിലുള്ള അഭിപ്രായമില്ല. ഇത് ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം തകർക്കുമെന്നുള്ള കാര്യത്തിൽ സഭാ നേതൃത്വത്തിനും അത്തരത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഈ സഭാ നേതൃത്വത്തിൽ പെടുന്ന ലോഹയിലിരിക്കുന്ന തിരുവസ്ത്രം അണിഞ്ഞിരിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ ഈ സംഘപരിവാറിന്റെ ചട്ടങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോ പള്ളിയിലെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവ വികാസം നടക്കുമ്പോ അവിടെ ഒരു തിരുവസ്ത്രം ഇട്ട് ബ്രഹ്മചര്യം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച് തന്റെ എല്ലാം ത്യജിച്ച് ഈ പറയുന്ന ആധുനിക ലോകത്തിന്റെ സുഖലോലുകളൊക്കെ ത്യജിച്ചവരാകണം ഈ പറയുന്ന സന്യാസിമാർ എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ മറുപാടിയായ ആൾ തന്നെ അങ്ങനെ ദൈവത്തിന്റെ മറുപാടിയായ തിരുവസ്ത്രം ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ തന്നെ ഈ പറയുന്ന പ്രകൃതിയിലെ ശ്രീധര സ്കൂളിന്റെ PTA-യുടെ ചില നിബന്ധനകൾക്ക് അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ വഴികൊണ്ട് തന്റെ ബൈബിളിൽ തന്നെ പഠിപ്പിച്ചതാണോ യേശുക്രിസ്തുവിന്റെ അധ്യാപകർ എന്താണെന്നോ ഉള്ള കാര്യം മറന്നുകൊടുക്കുന്നത് ഈ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഈ തിരുവസ്ത്രമിട്ട ഈ പറയുന്ന സിസ്റ്റർ ഹെലീന അത്തരത്തിലൊരു നടപടി ആ സിസ്റ്ററുടെ ഭാഗം ഉണ്ടായത് വളരെ വലിയ വീഴ്ച തന്നെയാണ്. കാരണം ഇനി PTA മാനേജ്മെന്റിന് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ പോലും സഭയുടെ അധികാരത്തിൽ വരുന്ന ഇത്തരത്തിലൊരു സ്കൂളിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ ബൈബിളിന് നിരക്കാത്ത യേശുക്രിസ്തുവിന് നിരക്കാത്ത സാത്താന്റെ പ്രവൃത്തിയായി മാറുന്ന ഒരു നടപടി, ഒരു നിലപാട് ഇത്തരത്തിൽ ഒരു സമനേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളിൽ നിന്നും ഉണ്ടാകുമ്പോ അത് അങ്ങനെയല്ല, അത് എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് ബൈബിളിന്റെ അധ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് PTA മാനേജ്മെന്റ് തിരുത്തുന്നതിന് പകരം അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രിൻസിപ്പളിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ സിസ്റ്റർ സാധാരണ തന്നെയാണ്. കാരണം സാധാരണ പ്രവർത്തികൾ കൂടെ നിൽക്കുക, അതിനെ അനുകൂലിക്കുക, അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയും അതിനെ അനുകൂലിക്കുന്ന വ്യക്തിയും സാധാരണ പ്രവർത്തനങ്ങൾ കൂടെ പിടിക്കുന്നവർ തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് തന്നെയാണ് ഫാദർ പോൾ തേലക്കാട്ടിൽ പറഞ്ഞു വെക്കുന്നതും. സഭാ നേതൃത്വത്തിൽ വിടുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നു. പലപ്പോഴായിട്ട് ഇവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഇവര് ഇത്തരത്തിൽ ആദർശങ്ങളെയും ബൈബിളിനെയും ബൈബിളിന്റെ അധ്യാപനങ്ങളെയും യേശുക്രിസ്തുവിനെയും ഒക്കെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഒരു ഫാദർ ഇരുന്ന് ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ന്യായീകരിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യം മുസ്ലിങ്ങൾ തലയിലണിയുന്ന ഹിജാബും ഈ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് ഹിജാബാണ്, ഒന്ന് വെയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയും ഇത് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ തല മറക്കുന്നത്, അതും അവര് തല മുടി കട്ട് ചെയ്തിട്ടാണ് അവര് തല മറക്കുന്നത് എന്നൊക്കെ പറയുകയെന്ന് കണ്ടു. പക്ഷെ അവരെയൊക്കെ ആ ഭാഗത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഹിജാബ് എന്ന് പറയുന്ന വാക്ക് അതൊരു അറബിക് വേർഡ് ആണ് എന്ന് മാത്രം. അതിന് തല മറക്കുന്നത് അല്ലെങ്കിൽ തലയിലിടുന്ന തുണി എന്നൊക്കെ അതിന് അർത്ഥമാകുന്നുള്ളൂ. നിങ്ങൾ ഈ ഇംഗ്ലീഷിലാകുമ്പോൾ അത് വെയിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അറബിക്കിലാകുമ്പോ അത് ഹിജാബ് എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്യാസം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് തലമുടി കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ശിരോവസ്ത്രം അണിയുന്നു എന്ന് പറയുമ്പോ ആ സന്യാസത്തിന്റെ ഭാഗമായിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, ദാരിദ്ര്യം അനുഷ്ഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഈ സന്യാസം സ്വീകരിച്ചിരിക്കുന്ന ഈ തിരുവസ്ത്രം ഇട്ടിരിക്കുന്ന ആളുകൾ എത്രമാത്രം ദാരിദ്ര്യം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം
നമുക്ക് സംശയമാണ്. കാരണം ക്രൈസ്തവ സമൂഹത്തിൽ ഇന്നും ഉടുതുണിക്ക് മറന്നതിനില്ലാത്ത എത്രയോ വ്യക്തികൾ ക്രൈസ്തവരായിട്ട് ഇന്നും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ഈ പറയുന്ന തിരുവസ്ത്രമിട്ട ഒരാൾക്കും ഈ പറയുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു അംശം പോലും ഇവരെ ആരെയും സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാവരും ജീവിക്കുന്നത് ഇന്ന് ലോകത്ത് കിട്ടുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ്. അപ്പോ ഈ പറയുന്ന സന്യാസത്തിൽ ദാരിദ്ര്യം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെട്ടിമാറ്റിയിട്ട് പുതിയ നിയമത്തിൽ ദാരിദ്ര്യം നമുക്ക് വെട്ടിമാറ്റിക്കൊണ്ട് കുറച്ച് തിരുത്തലുകൾ ആവാം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്തുമാവട്ടെ, അത് നിങ്ങളും സന്യാസവും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ എന്തൊക്കെയാണെങ്കിലും ഫാദർ ഈ വാക്കുകൾ ഫാദർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. എസ്പെഷ്യലി ക്രൈസ്തവ സമൂഹത്തെ നിങ്ങളെ ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ സ്കൂളില് അവിടുത്തെ PTA പ്രസിഡന്റായിട്ടുള്ള ജോഷി കേന്ദ്രത്തിൽ ഈ NPP എന്ന് പറയുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറിക്ക് NPPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PTA പ്രസിഡന്റിന് വ്യക്തമായ അജണ്ടകളുണ്ട്, വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് PTA പ്രസിഡന്റ് പെരുമാറിയത്. ഈ നിർദ്ദേശങ്ങളൊക്കെ സംഘപരിവാരമാണ്. കാരണം ഇവരൊക്കെ NPP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കളും NDAയുടെ ഭാഗമാണ്. അവർ BJPയുടെ കൂടെയാണ്, അവർ സംഘപരിവാറിന്റെ കൂടെയാണ്, അവർ RSSന്റെ കൂടെയാണ്. അപ്പോ RSSന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ജോഷി ക്ഷേത്രത്തിൽ പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അയാളുടെ ഒരു മെന്റാലിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി ഇത്തരത്തിലൊരു സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഇത്തരത്തിൽ സാധാരണ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കുടപിടിക്കുകയല്ല സിസ്റ്റർ ഹെലീന, പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്റർ ഹെലീന ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് ആ പ്രവർത്തനത്തെ തിരുത്തുവാനുള്ള നടപടികളായിരുന്നു സിസ്റ്റർ ഹെലീനയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളത് തന്നെയാണ്.